ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. നമ്മൾ പതിവ് പോലെ ചോദ്യോത്തര പങ്ക്തി എപ്പിസോഡ് ചെയ്യുമായിരുന്നു. ഇന്ന് അടുത്തൊരു എപ്പിസോഡ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇന്ന് ഡ്രൈവിംഗ് ട്യൂട്ടോറിയലിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടിപ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ച 2 ചോദ്യം അല്ല 3 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിലെ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു വണ്ടി കയറ്റത്ത് നമുക്ക് ഹാഫ് ക്ലച്ചിൽ ബ്രേക്ക് ഇല്ലാതെ ഒരു വണ്ടിയെ നിർത്താനായിട്ട് കഴിയുമോ? ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു വണ്ടി നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തുന്നത്? ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടിയാൽ മതിയോ? സഡൻ ബ്രേക്ക് ആവുമോ? എന്നാൽ അത് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ അല്ല അത്. അപ്പോൾ അതെന്താണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മൂന്നാമത്തെ ഒരു ചോദ്യം, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ചെരുപ്പ് ഉപയോഗിച്ച് തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യണം. അതായത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ചെരുപ്പ് യൂസ് ചെയ്താണോ പഠിക്കേണ്ടത്, ചെരുപ്പിടാതെയാണോ ഡ്രൈവിംഗ് പഠിക്കേണ്ടത്? ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പം ഈ 3 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ പതിപോലെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ഒരു ചോദ്യം, നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഒരു കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെ ഹാഫ് ക്ലച്ചിൽ ഒരു വണ്ടിയെ നിർത്താനായിട്ട് കഴിയുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെ ഒരു വണ്ടിയെ ഹാഫ് ക്ലച്ചിൽ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ തന്നെ വണ്ടിയെ ഹാഫ് ക്ലച്ചിൽ നിർത്തേണ്ടി വരും. എന്നാൽ ഹാഫ് ക്ലച്ച് മാത്രമല്ല ആ ഒരു ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാഫ് ക്ലച്ചിന് ആനുപാതികമായിട്ട് നമ്മൾ ആക്സിലറേഷനും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു വണ്ടിയെ ബ്രേക്ക് ഇല്ലാതെ കയറ്റത്ത് നിർത്താനായിട്ട് കഴിയത്തുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതായത്, കയറ്റത്ത് നമ്മളൊരു വണ്ടി നിർത്തുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടുന്നു, ബ്രേക്കിൽ വരുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആദ്യം ബ്രേക്കിൽ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കും. അതിന് ക്ലച്ചിൽ നിന്ന് പതുക്കെ അയച്ച് വണ്ടി മുന്നോട്ട് മൂവ് ആകുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് കണ്ടുപിടിക്കും, പ്രോപ്പർ പോയിൻ്റ്. അപ്പോൾ ഏകദേശം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാനാകുന്ന ആ ഒരു പ്രതീതിയിലാണ് വണ്ടി നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് കയറ്റത്തിൻ്റെ അളവിന് അനുയോജ്യമായിട്ട് ആക്സിലറേഷൻ കൊടുക്കണം. ചെറിയ രീതി കൊടുത്തിട്ട് കാര്യമില്ല. ഈ ഹാഫ് ക്ലച്ചിൽ വണ്ടി ബാക്കിലേക്ക് റോളാകും. അപ്പം ഈ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി ഉരുണ്ടു പോകാതിരിക്കാൻ ആനുപാതികമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കണം. നന്നായിട്ട് ആക്സിലറേഷൻ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും. നന്നായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ വണ്ടി കയറ്റത്ത് ഹാഫ് ക്ലച്ച് നിൽക്കത്തുള്ളൂ. നമ്മൾ ആക്സിലറേഷൻ ചെറുതായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോളാകും. അപ്പം ബാക്കിലേക്ക് റോളാകുന്നു എന്ന് തോന്നിയാൽ വീണ്ടും ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ പ്രോപ്പറായിട്ട് നിന്ന് കഴിഞ്ഞാൽ, അതിനൊരു ഉദാഹരണം പറയാം. ഒരു ത്രാസിൽ ഒരേ വെയിറ്റ് 2 എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ത്രാസ് എങ്ങനെ നിൽക്കും? ഒരേ ലെവലിൽ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റും ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിന് ആനുപാതികമായിട്ടുള്ള ഒരു ആക്സിലറേഷനും ഒരേ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറ്റത്ത് നമുക്ക് ബ്രേക്ക് ഇല്ലാതെ ഒരു വണ്ടിയെ നിർത്താനായിട്ട് കഴിയുന്നതാണ്. ഇനി നമ്മൾ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഇത് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വണ്ടിയെ പതുക്കെ മുന്നോട്ട് മൂവ് ആക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴാണ്. നമ്മൾ കുറേയധികം നേരെ നമ്മുടെ വണ്ടി ഒരു കയറ്റത്ത് നിർത്തിയിടേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചിൽ ബ്രേക്കിൽ വന്ന് നമ്മൾ നിൽക്കുന്നത് ശരിയല്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലച്ചിന് തേയ്മാനം സംഭവിക്കും. എന്നാൽ ഒരു വണ്ടി നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ നിർത്തിയിട്ട് മുന്നോട്ടെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്ന ആ ഒരു ടൈമിൽ, അതായത് ഉദാഹരണം പറയാം, മുന്നിലൊരു വണ്ടി പതിയെ മുന്നോട്ട് മൂവ് ആകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെ പതിയെ മൂവ് ആക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ആക്സിലറേഷനിലും വന്ന് നമുക്ക് വണ്ടിയെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. അല്ലാത്ത സന്ദർഭങ്ങളിൽ പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്കിൽ വന്ന് തന്നെ വണ്ടിയെ നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ചോദ്യം, അതായത് ഒരു വണ്ടി നിർത്തുന്ന സമയത്ത് സഡൻ ബ്രേക്ക് ചെയ്ത് എങ്ങനെയാണ് ഒരു വണ്ടിയെ നിർത്തുന്നത്? ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടിയാൽ മതിയോ, അതോ ബ്രേക്കിൽ വന്ന് ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടിയാൽ മതിയോ? സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടുക എന്നത് കൊണ്ട് നമുക്കൊരു സഡൻ ബ്രേക്ക് ചെയ്തൊരു വണ്ടിയെ നിർത്താൻ കഴിയത്തില്ല. കാരണം അത് സേഫായിട്ട് ഒരു വണ്ടിയെ നമുക്ക് നിർത്താനായിട്ട് ഒരു കാരണവശാലും കഴിയത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി ആവറേജ് നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടുമ്പോൾ ടയറിൻ്റെ റണ്ണിങ് പെട്ടെന്ന് നിൽക്കുകയും റോഡിൽ എന്തെങ്കിലും ചരലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വണ്ടി തെന്നി മുന്നോട്ട് പോകും. അപ്പോഴും
വണ്ടി അവിടെ നിൽക്കുന്നില്ല. ആ ഒരു തെന്നലോടുകൂടി വണ്ടി മുന്നോട്ട് പോവുകയും മുന്നിൽ മറ്റ് വണ്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിലേക്ക് വന്ന് കൃത്യമായിട്ട് ഇടിച്ചു നിൽക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ബ്രേക്ക് എടുത്തെടുത്ത് വളരെ വേഗത്തിൽ പമ്പ് ചെയ്ത് കൊടുക്കുക. അതായത് പതിയല്ല, വളരെ വേഗത്തിൽ ബ്രേക്ക് ഇങ്ങനെ 1-2 തവണ എടുത്ത് പമ്പ് ചെയ്യുക. പമ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ടയറിൻ്റെ കറക്കം വളരെ വേഗത്തിൽ കറങ്ങുന്ന ഒരു ടയറിൻ്റെ കറക്കത്തെ ഒന്ന് പിടിച്ചു നിർത്തും, വീണ്ടും കറങ്ങും, ഒന്ന് പിടിച്ചു നിർത്തും, വീണ്ടും കറങ്ങും. അപ്പോൾ ഈ ടയറിൻ്റെ കറക്കം സ്വാഭാവികമായിട്ട് ആ കറക്കത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് നമ്മൾ വീണ്ടും ക്ലച്ച് ചവിട്ടുക, ഒന്ന് ബ്രേക്കും കൂടെ എടുത്ത് ഫുള്ളായിട്ട് ചവിട്ടി കഴിഞ്ഞാൽ തെന്നാതെ നമുക്ക് വണ്ടിയെ നിർത്താനായിട്ട് കഴിയും. ഈ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ ABS എന്ന് പറയുന്നത്. ഈ ABS സംവിധാനമുള്ള വണ്ടികൾ പുതിയ വാഹനങ്ങളിലെല്ലാം ABS ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടിയെ സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്താനായിട്ട് കഴിയും. എന്നാൽ പഴയ വാഹനങ്ങളാണെങ്കിൽ ബ്രേക്ക് 1-2 തവണ എടുത്ത് ചവിട്ടിയിട്ട് പെട്ടെന്ന് ക്ലച്ചും കൂടെ ചവിട്ടുക. ഇത് സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു 3-4 സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കൊരു വണ്ടിയെ നിർത്താൻ കഴിയും. എന്നാൽ പുതിയ വണ്ടിയാണെങ്കിൽ ഇത് ചെയ്യേണ്ടതായിട്ടില്ല. ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടുമ്പോൾ തന്നെ ABS ഉള്ള വണ്ടിയിൽ ഇത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കൊരു വണ്ടിയെ സേഫായിട്ട് തന്നെ സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്താനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ചെരുപ്പ് ഉപയോഗിച്ച് ഡ്രൈവിംഗ് പഠിക്കാമോ അതോ ചെരുപ്പിടാതെയാണോ ഡ്രൈവിംഗ് പഠിക്കേണ്ടത്? ഇതൊരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചെരുപ്പ് ഉപയോഗിച്ച് തന്നെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പിന്നീട് വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും ചെരുപ്പ് കൃത്യമായിട്ട് ഉപയോഗിച്ചാണ് എല്ലാ ഡ്രൈവർമാരും വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആരും തന്നെ ചെരുപ്പ് ഊരി വെച്ചിട്ടല്ല ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ചെരുപ്പ് ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കാല് ഓട്ടോമാറ്റിക്കായിട്ട് ചെരുപ്പ് ഇട്ടിട്ട് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൊടുക്കുന്നതിനെ നമ്മൾ സെൻസ് ചെയ്ത് തുടങ്ങും തുടക്കത്തിൽ തന്നെ. അതിന് പരമാവധി ചെരുപ്പ് ഉപയോഗിച്ച് തന്നെ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നിങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കനം കൂടിയ ചെരുപ്പുകൾ ഉപയോഗിക്കാതെ കനം കുറഞ്ഞ ചെരുപ്പുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് കാലിൽ ചെരുപ്പുണ്ടെന്ന് ഉള്ളൊരു ഫീലുമുണ്ട്, എന്നാൽ നമുക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിന് തുടക്കത്തിൽ ഈ ഒരു കാര്യം അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. അപ്പം ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തി എപ്പിസോഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഒരു പേജും കൊണ്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.